ഹായ്, ഞാൻ മേഘ. വെൽക്കം ടു ടോപ്പ് റാങ്ക് പി എസ് സി. ടോപ്പ് റാങ്ക് പി എസ് സിക്ക് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് പി എസ് സിക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള കഴിഞ്ഞ പ്രധാനപ്പെട്ട എക്സാമുകൾക്കും കമ്പനി ബോർഡ് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഈസിയുള്ള ടോപ്പിക്കാണ്. പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ആ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ? ഇതിനകത്തെ ആദ്യത്തെ ടൈപ്പ്, ഒരാളുടെ സ്ഥാനം രണ്ട് സൈഡിൽ നിന്ന്, അത് ഏത് സൈഡിൽ നിന്നാവാം, ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ആവാം, റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. രണ്ട് സൈഡിൽ നിന്നും ഏതെങ്കിലും ഒരാളുടെ സ്ഥാനം തന്നു കഴിഞ്ഞാൽ ആ ലൈനിൽ അല്ലെങ്കിൽ ആ റോയിൽ ടോട്ടൽ എത്ര ആളുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. നോക്ക്, ഇവിടെ ഞാൻ പറയുന്നു രാമു ഈസ് 12th ഫ്രം റൈറ്റ് ആൻഡ് 16th ഫ്രം ലെഫ്റ്റ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ബെഞ്ച്. രാമു എന്ന് പറയുന്ന ആൾ വലത് സൈഡിൽ നിന്നും 12ാമതും ഇടത് സൈഡിൽ നിന്നും 16ാമതുമാണെങ്കിൽ ആ റോയിൽ അല്ലെങ്കിൽ ആ ലൈനിൽ എത്ര ആളുകൾ ഇപ്പോൾ ഇരിപ്പുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രാമുവിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള രാമുവിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള പൊസിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ നമ്പർ ഓഫ് അത്, അപ്പോൾ ഒരാളുടെ പൊസിഷൻ, ഇതിൻ്റെ റൂൾ ഇതാണ്. എയുടെ പൊസിഷൻ ലെഫ്റ്റ് നിന്നും എക്സും, ലെഫ്റ്റോ ടോപ്പോ എന്ത് വേണേലും ആവാം കേട്ടോ. എക്സാമ്പിൾ പറയാം. ലെഫ്റ്റ് നിന്ന് എക്സും റൈറ്റ് നിന്ന് വൈയുമാണെങ്കിൽ ടോട്ടൽ അതിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ മൈനസ് 1. ഇതാണ് നമ്മുടെ റൂള്. അപ്പോൾ എ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് എക്സും റൈറ്റിൽ നിന്ന് വൈയുമായാൽ ടോട്ടൽ അവിടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ മൈനസ് 1 ആണ് അതിൻ്റെ ഉത്തരം. സിമ്പിളല്ലേ? നോക്കുക, ഇവിടെ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും നോക്കേ. രാമു ഈസ് 12th ഫ്രം റൈറ്റ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് 12, നമുക്ക് എക്സ് എന്നുള്ളത് 12 എന്ന് എടുക്കാം, വൈ എന്നുള്ളത് 16. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 12 പ്ലസ് 16 മൈനസ് 1. ആൻസർ എന്ത് വരും? 28 മൈനസ് 1 നമ്പർ 27 ആൻസർ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരാളുടെ പൊസിഷൻ രണ്ട് സൈഡിൽ നിന്നും തന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇനി ടോട്ടൽ നമ്പർ തന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാനും ഇതേ ഇക്വേഷൻസ് ഇത് തന്നെ നമുക്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ഞാനിവിടെ എ ഈസ് 38th ഫ്രം ബോട്ടം, താഴെ നിന്നും എയുടെ റാങ്ക് 38 പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 46 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് എ ഫ്രം അതർ സൈഡ്. ഒരു ബോട്ടത്തിൽ നിന്നും 38 പറഞ്ഞു. അപ്പോൾ ടോപ്പിൽ നിന്നും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ടോട്ടൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ ഈസ് ഈക്വൽ ടു അല്ലേ ലെഫ്റ്റ് അല്ലെങ്കിൽ ബോട്ടം പ്ലസ് റൈറ്റ് മൈനസ് 1 എന്നല്ലേ, അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് ഓർ ടോപ്പ് എന്നോ ബോട്ടം എന്നൊക്കെ വരാം കേട്ടോ. എന്ത് വേണേലും വരാം, രണ്ട് സൈഡ് മതി. ഇത് മതി, ടോപ്പ് ഓർ ബോട്ടം റൈറ്റ് പ്ലസ് മൈനസ് 1. അപ്പോൾ ടോട്ടൽ തന്നിട്ടുണ്ട് എത്രയാണ്? 46. ഒരു സൈഡിൽ നിന്നുള്ളത് തന്നിട്ടുണ്ട് 38 പ്ലസ് അടുത്ത സൈഡിൽ നിന്നുള്ളത് നമുക്കില്ല, അത് ഞാൻ വൈ എന്ന് തന്നെ കൊടുത്തു, മൈനസ് 1. വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ 46 പ്ലസ് 1 ആവും. ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 ആവും. 38 മൈനസ് വൈ പ്ലസ് വൈ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ 38 നമ്മൾ ഇത് എത്ര വരും? 47 വരും. ഈസ് ഈക്വൽ ടു 38 പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ വൈ എന്താണ്? 47 മൈനസ് 38 എത്ര വരും?
38 9. അപ്പം അടുത്ത സൈഡിൽ നിന്നും എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇതാണ് അതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റും, രണ്ട് സൈഡ് തന്നിട്ട് ടോട്ടൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റും, ടോട്ടൽ തന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഒരു സൈഡിൽ നിന്നുള്ളത് പ്ലസ് അടുത്ത സൈഡിൽ നിന്നുള്ളത് -1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനകത്തെ അടുത്ത ടൈപ്പ്. അപ്പോൾ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന, പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്. ഇതും വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനതൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ എ റോ ഓഫ് ഗേൾസ് നീതു ഈസ് 15th ഫ്രം ലെഫ്റ്റ്. നീതു ലെഫ്റ്റിൽ നിന്ന് 15-മതും വിധു റൈറ്റിൽ നിന്ന് 23-മതുമാണ്. പിന്നെ എന്തായിരുന്നു, അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. അങ്ങനെ വന്നപ്പം നീതു ബിക്കം 18th ഫ്രം ലെഫ്റ്റ്. നീതു ലെഫ്റ്റിൽ നിന്നും 18, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം നീതു ലെഫ്റ്റിൽ നിന്നും 18-മതായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പൊസിഷൻ ഓഫ് വിധു ഫ്രം റൈറ്റ്? അങ്ങനെയാണെങ്കിൽ വിധുവിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റിൽ നിന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് വരയ്ക്കാം. നീതു 15-മത് അല്ലേ, 15-മത് നീതു ഇരിക്കുന്നു ലെഫ്റ്റിൽ നിന്ന്. നമ്മുടെ ലെഫ്റ്റ് തന്നെയാണ് അവരുടെ ലെഫ്റ്റും, നമ്മുടെ റൈറ്റ് തന്നെയാണ് അവരുടെ റൈറ്റും എന്ന് തന്നെ കരുതുക. അപ്പോൾ നീതു ഇരിക്കുന്നത് ലെഫ്റ്റിൽ നിന്നും 15-മത്, വിധു ഇരിക്കുന്നത് റൈറ്റിൽ നിന്നും 23-മത്. ആര്? വിധു. ഇനി ഇവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ വിധു ഇവിടെയും വന്നു, നീതു അവിടെയും പോയി. ഇങ്ങനെ കണ്ടാ. അപ്പോൾ ഞാൻ ഇവിടെ വിധു എന്ന് എഴുതുകയാണ്, ഇവിടെ നീതു എന്ന് എഴുതുകയാണ്. ഇനി ഇവരില്ല, ഇതല്ല ഇപ്പോൾ പൊസിഷൻ. കണ്ടോ, ഇത് മായ്ക്കുകയാണ് ഞാൻ ജസ്റ്റ്. ഇപ്പോൾ ഇവിടെയായി വിധു, ഇവിടെയായി നീതു. അപ്പോൾ എന്താ ഇപ്പോൾ പൊസിഷൻ? വിധുവിൻ്റെ പൊസിഷൻ നേരത്തെ നീതുവിൻ്റെ പൊസിഷൻ, നീതുവിൻ്റെ പൊസിഷൻ നേരത്തെ വിധു ഇരുന്ന പൊസിഷൻ. അപ്പോൾ ഇപ്പോൾ വിധു ലെഫ്റ്റിൽ നിന്നും 15-മതായി, നീതു റൈറ്റിൽ നിന്ന് 23-മതുമായി. അപ്പോൾ ഇനി അടുത്ത എന്താണ്? പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീതു ബിക്കം 18th ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞു. ഈ നീതു ബിക്കം, അപ്പോൾ നീതുവിന് ഇപ്പോൾ റൈറ്റിൽ നിന്നുള്ളൊരു പൊസിഷൻ ഉണ്ട്. അതായത് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നപ്പോൾ നേരത്തെ വിധു ഇരുന്ന പൊസിഷനാണ് റൈറ്റിൽ നിന്ന് 23-മത്, അതിപ്പോൾ നീതുവിന് കിട്ടി. എന്നിട്ട് പറയാണ് അതേപോലെ തന്നെ നീതു അന്നേരം ലെഫ്റ്റിൽ നിന്നും 18-മതുമായി എന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നീതുവിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടി. നേരത്തെ വിധുവിൻ്റെ പൊസിഷനാണ് ഇപ്പോൾ നീതുവിൻ്റെ പൊസിഷൻ. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരാളുടെ രണ്ട് സൈഡിൽ നിന്നുള്ള പൊസിഷൻസ് തന്നാൽ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ 18 + 23 - 1 എന്ന് പറയുന്ന പിന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 41 - 1 എന്ത് വരും? 40 വരും അല്ലേ? 40 വരും. അപ്പം 40 പേരാണ് ഇപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ഇരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ടോട്ടൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ ഇവിടെ നിർത്താം. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇങ്ങനെ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിധു റൈറ്റിൽ നിന്ന് എത്രയാമതായി? പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിധു ലെഫ്റ്റിൽ നിന്നുള്ളത് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ വിധുവിൻ്റെ റൈറ്റിൽ നിന്നുള്ളത് എത്രയാണെന്ന്, ഈ സൈഡിൽ നിന്നുള്ള ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. നമുക്കറിയാം ടോട്ടൽ അത് 40 ഉണ്ട് = വിധുവിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളത് ലെഫ്റ്റിൽ നിന്നുള്ളതുണ്ട്, അത് ലെഫ്റ്റിൽ നിന്നുള്ളത് പ്ലസ് റൈറ്റിൽ നിന്നുള്ളത് -1. ലെഫ്റ്റിൽ നിന്നുള്ളതുണ്ട് 15 പ്ലസ് റൈറ്റിൽ നിന്നുള്ളത് ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിങ്ങിപ്പുറത്ത് കൊണ്ടുവരുന്നു, ഒന്നിങ്ങിപ്പുറത്ത് കൊണ്ടുവരുന്നു, 41 15 + 6 15 + 6 അപ്പോൾ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ കാണാൻ 41 - 15 എത്ര വരും? 26 ആൻസർ വരുന്നത്. കണ്ടോ? അപ്പോൾ വിധുവിൻ്റെ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ, റൈറ്റ് സൈഡിൽ നിന്നുള്ള വിധുവിൻ്റെ പൊസിഷൻ എന്താണ്? 26. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, ഇതൊന്ന് ക്ലിയർ ആക്കാം. നമ്മൾ ആദ്യം നമുക്ക് ലെഫ്റ്റിൽ നിന്ന് നീതുവിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നു, റൈറ്റിൽ നിന്ന് വിധുവിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് നീതു 15-മതും റൈറ്റിൽ നിന്ന് വിധു ആയിരുന്നു 23-മതിരുന്നത്. അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിധു ഇവിടെ വന്നു, നീതു ഇവിടെ വന്നു. അപ്പോൾ അവരുടെ പൊസിഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ വിധു ആയി ലെഫ്റ്റിൽ നിന്ന് 15-മതും, നീതു റൈറ്റിൽ നിന്ന് 23-മതും ആയി. ഇപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നീതുവിൻ്റെ അന്നേരം ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം നീതുവിൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, അത് 18 ആണ്.
അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഇക്വേഷൻ 18 പ്ലസ് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 41 -1 40. അതായത് ഇതിനകത്ത് മൊത്തത്തിൽ 40 പേര് ഇരിപ്പുണ്ട്. ക്വസ്റ്റ്യൻ ടോട്ടലേ ഉള്ളൂ എങ്കിൽ 40 ആൻസർ. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് റൈറ്റിൽ നിന്നും നീതുവിൻ്റെ പൊസിഷൻ എന്താണ് എന്നാണ്. റൈറ്റിൽ നിന്ന് നീതുവിൻ്റെ പൊസിഷൻ കാണാൻ നമുക്ക് എന്തായാലും ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നീതു അല്ല വിധു. ഒരു സൈഡിൽ നിന്ന് വിധുവിൻ്റെ പൊസിഷൻ 15 ഉണ്ട്. അത് നമ്മൾ എഴുതി. r -1 നോക്കുക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും വിധുവിൻ്റെ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് 2-3 വട്ടം ഇതൊന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഐഡിയ ഒന്ന് കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് റാങ്കിങ്ങിനകത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇനിയും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഈ 3 ടൈപ്പുകൾ പ്രധാനമായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.